കഥാതിരക്കഥ കൊണ്ടും ആവിഷ്കരണ ശൈലി കൊണ്ടുമൊക്കെ സിനിമാ മേഖലയിൽ തൻ്റെതായ ഇടം നേടിയെടുത്തതാണ് മലയാള സിനിമാ ഇൻഡസ്ട്രി. ഒരുപാട് അതുല്യ കലാകാരന്മാരെ ലോകത്തിന് സമ്മാനിച്ച മലയാള സിനിമയ്ക്ക് ലോകമെമ്പാടും ആസ്വാദകരുണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഒട്ടനവധി സംസ്ഥാന അവാർഡുകളും നാഷണൽ അവാർഡുകളും ഓസ്കാർ നോമിനേഷനുമൊക്കെ ഇവിടെ ഭദ്രം. നിശബ്ദ ചിത്രമായ വിഗതകുമാരനിൽ നിന്ന് തുടങ്ങി ഇന്ന് എമ്പുരാനിലും മറ്റും എത്തി നിൽക്കുന്നു മലയാള സിനിമയുടെ ചരിത്രം. എന്നാൽ അടുത്ത കാലങ്ങളായി മലയാള സിനിമാ മേഖല ഏറെ വിവാദങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ ഒരു കാലത്ത് പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രതിഫലിപ്പിക്കുന്ന കലാരൂപമായി നിലകൊണ്ടിരുന്നു. പത്മരാജൻ, ഭരതൻ, കൈതപ്രം കാലഘട്ടം മുതൽ പുതിയ തലമുറ സംവിധായകർ വരെയുള്ള വഴിത്തിരിവുകൾ കലയുടെയും കാഴ്ചപ്പാടിന്റെയും വളർച്ചയ്ക്ക് ഉദാഹരണങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ സിനിമാ മേഖല ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുമായി കൈമാറുകയാണ്. സിനിമാ മേഖലകളിലെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. അതേ തുടർന്ന് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒട്ടനവധി സ്ത്രീകൾ തങ്ങൾ നേരിട്ടിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളെ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒട്ടനവധി അഭിനേതാക്കളുടെയും മറ്റും യഥാർത്ഥ സ്വഭാവങ്ങളും പുറത്തു വന്നിരുന്നു. പിന്നീട് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന പല പ്രശ്നങ്ങളും സിനിമാ മേഖലയെ ആടിയുലച്ചുകൊണ്ടിരുന്നു. താരങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കുന്നതും ഒരു വർഷത്തിൽ 100-ലധികം സിനിമകൾ പുറത്തിറങ്ങിയിട്ടും പകുതിയിലധികവും തിയേറ്ററുകളിൽ വിജയിക്കാത്ത സാഹചര്യവും ഒക്കെയായിരുന്നു നിർമ്മാതാക്കളെ ചൊടിപ്പിച്ചത്. മലയാള സിനിമ തകർച്ചയുടെ വക്കിലെന്നായിരുന്നു നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ അഭിപ്രായം. മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിലും 10 ഇരട്ടിയിലധികമാണ് താരങ്ങളുടെ പ്രതിഫലമെന്നും ഇത് മലയാള സിനിമയെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. സിനിമ ഒരു വ്യവസായമാണെന്ന് എല്ലാവർക്കും അറിയാം. കോടികൾ ചിലവാക്കിയാണ് ഓരോ സിനിമയും നിർമ്മിക്കുന്നത്. എന്നാൽ അത്തരമൊരു മേഖലയിൽ എന്നും പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതേറെ വിഷമകരമാണ്. ഇപ്പോഴിതാ കഞ്ചാവ് ഉപയോഗത്തെ തുടർന്ന് മലയാള സിനിമാ മേഖല വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അഭിനേതാക്കൾ സെറ്റിലെത്തുകയും അത് സിനിമയുടെ ചിത്രീകരണത്തെ വരെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി തുടങ്ങി ഒട്ടനവധി യുവ അഭിനേതാക്കൾ കഞ്ചാവ് ഉപയോഗത്തെ തുടർന്ന് വാർത്തകളിൽ ശ്രദ്ധ നേടിയിരുന്നു. ഒരു ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഞ്ചാവ് ഉപയോഗിച്ച ഷൈൻ ടോം ചാക്കോ തന്നോട് മോശമായി പെരുമാറിയെന്ന് തുറന്നു പറഞ്ഞ് നടി വിൻസി അലോഷ്യസ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ താൻ ഒരു വ്യക്തിയുടെയും പേര് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അത് ആ ഒരു മുഴുവൻ സിനിമയുടെ ചിത്രീകരണത്തെ പോലും ബാധിക്കുമെന്നും അതുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും പിന്നീട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ബാസിയെയും മറ്റൊട്ടനവധി താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായി. ഇപ്പോഴിതാ ആലപ്പുഴ ജിങ്കാന, കല്ലുമാല തുടങ്ങിയ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ സിനിമാ മേഖലയെ അടിമുടി ആക്ഷേപത്തിന് ഇരയാക്കുന്നുണ്ടോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തോടെ വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ. വേടനെ അറിയാത്ത യുവതലമുറ ഉണ്ടാകാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സൈബർ ഇടത്ത് ചർച്ച നടക്കുമ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും കുത്തിപ്പൊക്കുന്നത് വിമൺ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന കൂട്ടായ്മ 2021 ജൂണിൽ പങ്കുവച്ച വേടനെതിരെയുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങളാണ്. മലയാള സിനിമ ഒരിക്കൽ പാതിരാത്രിയുടെ പകലുകൾ കാഴ്ചവെച്ച ശില്പ സൗന്ദര്യത്തിന്റെ പാതയിലായിരുന്നു. എന്നാൽ ഇന്നത്തെ മലയാള സിനിമ അതിൽ നിന്നൊക്കെ എത്രയോ വഴിമാറിപ്പോയിരിക്കുന്നു. ഈ വെല്ലുവിളികൾ ശ്രദ്ധാപൂർവം വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു കാലത്ത് ദേശീയ നിലയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ വ്യവസായം നശിച്ചു പോവാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചേ മതിയാകൂ.